നമസ്കാരം. ഇറാൻ്റെ സിംഹഗർജനം കേട്ട് ട്രംപ് വിരണ്ടോടി. ഗൾഫിൽ നിന്ന് ഇനി എണ്ണക്കച്ചവടം നടക്കില്ല എന്ന് ഇറാൻ. ഗൾഫിൽ നിന്ന് ഒരു തുള്ളി എണ്ണയും പുറത്തേക്ക് പോകില്ല, അങ്ങനെ ലഭിക്കില്ല മറ്റൊരു രാജ്യത്തിനും. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അഹങ്കാരത്തിനും ആധിപത്യ സ്വപ്നങ്ങൾക്കും നേരെ ഇറാൻ പടുത്തുയർത്തുവിടുന്ന ധീരമായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ സന്ദേശമാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നത്. അതായത് വർഷങ്ങളായിട്ട് അമേരിക്ക തുടരുന്ന അനീതികൾ നിറഞ്ഞ ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം പരമാധികാരവും ആത്മാഭിമാനവും സംരക്ഷിക്കുവാൻ ഉറച്ചു നിൽക്കുന്ന ഇറാൻ്റെ വീര്യം ലോകമെമ്പാടുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജം പകരുകയാണ്. തങ്ങളുടെ സാമ്പത്തിക ആധിപത്യം ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളെ അടിമപ്പെടുത്താമെന്ന അമേരിക്കൻ വ്യാമോഹത്തിലുള്ള കടുത്ത മുന്നറിയിപ്പാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇറാനെതിരെയുള്ള സാമ്പത്തിക യുദ്ധവും ഉപരോധങ്ങളും അമേരിക്ക തുടരുകയാണ് എങ്കിൽ ഗൾഫ് മേഖലയിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന ഇറാൻ്റെ പ്രഖ്യാപനം അത് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നതാണ്. സ്വയം പ്രതിരോധിക്കുവാനുള്ള എല്ലാ അവകാശവും തങ്ങൾക്കുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ വളരെ ഉറച്ച പാറ പോലെ നിൽക്കുന്ന ഇറാനിയൻ ജനതയ്ക്ക് ഇതൊക്കെ സാധിക്കുന്നത് തന്നെ അവരുടെ പ്രഖ്യാപനങ്ങളും പ്രതിരോധിക്കുവാനുള്ള മനസ്സുമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും ചേർന്ന് ആസൂത്രണം ചെയ്യുന്ന സാമ്പത്തിക ആക്രമണങ്ങൾ കേവലം ഒരു രാജ്യത്തിനെതിരെയുള്ള നടപടിയല്ല, മറിച്ച് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും നേർക്കുള്ള നഗ്നമായിട്ടുള്ള ലംഘനമാണ്. ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പട്ടിണിക്കിടാനും ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തുന്ന വിനാശകരമായിട്ടുള്ള തന്ത്രങ്ങൾക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇറാൻ്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ ദേശീയ സുരക്ഷാ സമിതി മേധാവിയായിട്ടുള്ള മൊഹ്സൻ റസായി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് ഇറാൻ്റെ ആത്മവിശ്വാസത്തിൻ്റെയും തന്ത്രപരമായ കരുത്തിൻ്റെയും തെളിവാണ് ഗൾഫ് മേഖലയിലടക്കം ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിയുക എന്നുള്ളത്. ഗൾഫ് മേഖലയിലെ സമുദ്രപാതകളുടെയും ആഗോള ഊർജ്ജ വിപണിയുടെയും ഒക്കെ നിയന്ത്രണത്തിൽ ഇറാനുള്ള നിർണായകമായിട്ടുള്ള മേൽക്കൈ അത് അമേരിക്കയെ ഓർമ്മിപ്പിക്കുവാൻ ഇറാന് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന അനീതി നിറഞ്ഞ സാമ്പത്തിക ഉപരോധങ്ങളിൽ പങ്കാളികളാകുന്ന ഏത് രാജ്യത്തെയും ശത്രുവായി കണക്കാക്കുമെന്ന പ്രഖ്യാപനം അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ പതറുന്ന മറ്റു രാജ്യങ്ങൾക്കുള്ള ശക്തമായിട്ടുള്ള താക്കീത് കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലോകത്തെമ്പാടും യുദ്ധങ്ങളും അസ്ഥിരതയും വിതയ്ക്കുന്ന അമേരിക്കൻ നയതന്ത്രത്തിൻ്റെ പൊള്ളത്തരം ഈ പ്രതിസന്ധിയിലൂടെ ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുന്നു എന്ന് പറയാം. സ്വതന്ത്ര രാജ്യങ്ങളുടെ വികസനത്തെയും വ്യാപാരത്തെയും ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന അമേരിക്കൻ ശൈലി അന്താരാഷ്ട്ര സമൂഹത്തിന് തന്നെ ഭീഷണിയാണ്. അപ്പോൾ ആഗോള ഊർജ്ജ വിപണിയെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുവാൻ നോക്കുന്ന അമേരിക്കയുടെ കുടിലതന്ത്രങ്ങളെ ഇറാൻ തങ്ങളുടെ പ്രതിരോധ വീര്യം കൊണ്ട് തടഞ്ഞു നിർത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള സമുദ്രപാതകളിൽ ഇറാനുള്ള പൂർണ്ണമായിട്ടുള്ള ആധിപത്യം അമേരിക്കയുടെ സൈനിക സാമ്പത്തിക മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ വിതരണ പാതയുടെ താക്കോൽ തങ്ങളുടെ കൈകളിലാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അമേരിക്കൻ അഹങ്കാരത്തിന് കടുത്ത പ്രഹരമേൽപ്പിക്കുവാൻ ഇറാനിയൻ ഭരണകൂടത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്ക വിതയ്ക്കുന്ന ഉപരോധത്തിൻ്റെ വിത്തുകൾ ആഗോളതലത്തിൽ വൻ എണ്ണ പ്രതിസന്ധിയായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് അമേരിക്കയെ പോലും ഭീതിയിലാഴ്ത്തുന്നതാണ്. അപ്പോൾ ഇറാൻ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇറാനിയൻ ജനതയുടെ ഉറച്ച നിശ്ചയദാർഢ്യവും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുമാണ് അമേരിക്കയുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നത് എന്നുള്ളതാണ്. അമേരിക്ക എത്രത്തോളം കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏൽപ്പിച്ചാലും തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുവാൻ ഇറാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പാശ്ചാത്യ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ തളരാതെ തദ്ദേശീയമായിട്ടുള്ള കരുത്തോടെ മുന്നേറാൻ ഇറാനിയൻ ജനത കാണിക്കുന്ന ധീരത എന്ന് പറയപ്പെടുന്നത് മാതൃകാപരമാണ് എന്ന് പറയട്ടെ. ആഗോളതലത്തിൽ മറ്റു രാജ്യങ്ങളെ ഭയപ്പെടുത്തി തങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്താമെന്ന ട്രംപ് ഭരണകൂടത്തിൻ്റെ വിദേശ നയം പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനുമായിട്ട് വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന അമേരിക്കൻ തന്ത്രം അത് സമാധാനപരമായിട്ടുള്ള അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളെ തകർക്കുന്നതാണ് എന്ന് പറയട്ടെ. അമേരിക്കയുടെ ഇത്തരം ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇറാൻ്റെ പ്രതികരണം ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സാമ്പത്തിക യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് തങ്ങൾ കടക്കുന്നത് എന്നും ഇതുവരെ ഇല്ലാത്ത വൻ ആക്രമണമാണ് അഴിച്ചുവിടുന്നത് എന്നും അമേരിക്കൻ ട്രഷറി സെക്രട്ടറി അവകാശപ്പെടുമ്പോൾ അത് അവരുടെ നിരാശയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത്. ദശാബ്ദങ്ങളായിട്ട് വിവിധതരം ഉപരോധങ്ങൾ അതിജീവിച്ച് കരുത്താർജിച്ച ഇറാനെ ഇത്തരം ഭീഷണികൾ കൊണ്ട് കീഴടക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അമേരിക്ക ഇറാനെ കുറച്ചു കാണുന്നത് നിർത്തേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെയും അടിച്ചമർത്തൽ നയങ്ങളുടെയും ഒക്കെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്
ഇറാൻ്റെ ഈ ഉറച്ച നിലപാട് എന്ന് പറയുന്നത്. സ്വന്തം രാജ്യത്തിൻ്റെ അവകാശങ്ങളും മേഖലയിലെ സമാധാനവും സംരക്ഷിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഏത് കടുത്ത തീരുമാനവും എടുക്കാൻ ഇറാൻ സജ്ജമാണ് എന്നുള്ളതാണ്. അമേരിക്കയുടെ അനീതി നിറഞ്ഞ ഉപരോധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ അന്തസ്സോടെയും വീര്യത്തോടെയും പോരാടുന്ന ഇറാൻ ലോകത്തിലെ ആധിപത്യ ശക്തികൾക്ക് എന്നും ഒരു പേടി സ്വപ്നമായി തുടരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇവിടെ സിംഹത്തെപ്പോലെ ഉണർന്നെണീറ്റുകൊണ്ട് ഗർജിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെയാണ് ഇറാൻ്റെ ഈ പ്രതിരോധമെന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ആ ഇറാൻ്റെ സിംഹഗർജനത്തിൽ വിരണ്ടോടുന്ന ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗൾഫിൽ നിന്ന് ഇനി എണ്ണക്കച്ചവടം നടക്കില്ല എന്നുള്ള ഇറാൻ്റെ കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തൽ അതിനി രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ അംഗീകരിക്കേണ്ടി വരുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇതിനെല്ലാം കാരണമായി പറയപ്പെടുന്നതും ഒരേ ഒരാൾ മാത്രമാണ്, അത് ട്രംപും ആ ട്രംപിന് ഒത്താശ ചെയ്യുന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു.